ഗൗതം, അങ്ങനെ ശശി തരൂർ വെടി പൊട്ടിച്ചിരിക്കുകയാണ്. ഒരു ഒന്നൊന്നര വെടിയാണ്. കോൺഗ്രസ്സുകാരുടെ നെഞ്ചത്തിട്ട് AK-47 ആണ് തരൂർ വച്ചേക്കുന്നത്. തരൂരിനെ അപഹസിച്ചുകൊണ്ട് കെ മുരളീധരനൊക്കെ രംഗത്തെത്തുന്നുണ്ട്. തരൂരിനെ എം ഹസനൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും തരൂരിനെ മോദി പൊക്കുവോ? മോദി പൊക്കേണ്ടതാണ് തരൂരിനെ. ഈ ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നതെങ്കിൽ, കാരണം കോൺഗ്രസ്സിൽ നിന്നിട്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ഇല്ല എന്ന് തരൂരിന് ഏതാണ്ട് വ്യക്തവും ബോധ്യവുമാവുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കോൺഗ്രസ് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ തരൂർ പരസ്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറയുന്നത്. ഇതാദ്യമായിട്ടല്ല, ഇതിപ്പോൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തരൂരിനെ പോലെ കഴിവുള്ള, അറിവുള്ള, വിശ്വപൗരൻ എന്ന ആളുകൾ വിളിക്കുന്ന, ലോകം കണ്ട ഒരാൾ ഇത്തരത്തിലുള്ള BJPയെ പുകഴ്ത്തിക്കൊണ്ടുള്ള മോദി ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ച വലിയ രീതിയിൽ പ്രതീക്ഷ നൽകുന്നതും വളരെ മികച്ചതുമായി എന്ന അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് അസ്വാരസ്യങ്ങളും ഉടലെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പല നേതാക്കളും ഇപ്പോൾ തരൂരിനെതിരെ AICC പോലും രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം അതൊരിക്കലും പാർട്ടി നിലപാടല്ല, തരൂരിൻ്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാടെന്നാണ് AICC ഒക്കെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ വിവാദങ്ങളൊക്കെ കനത്തതിന് ശേഷം താൻ പറഞ്ഞ അതേ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു. കേരളത്തെക്കുറിച്ചും തരൂർ പറഞ്ഞു, മോദിയെക്കുറിച്ചും തരൂർ പറഞ്ഞു. ഈ രണ്ട് നിലപാടിലും താൻ ഉറച്ചു നിൽക്കുന്നു എന്നൊരു പറയാനുള്ള ധൈര്യവും തൻ്റെ ഇടവും ശശി തരൂർ കാണിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിവരമുണ്ട്. അദ്ദേഹം ഒരു നാലാംകിടയായിട്ടുള്ള ഊളയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു മനോഭാവമല്ല തരൂരിനുള്ളത് എന്നാണ് അതിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. തരൂർ പറയുന്നുണ്ട്, മുഖം നോക്കാതെ ഇപ്പോൾ ആര് BJP നല്ലത് ചെയ്തു കഴിഞ്ഞാലും നല്ലതാണെങ്കിൽ അതിനെ ഞാൻ നല്ലതെന്ന് പറയും. LDF നല്ലതാണ് ചെയ്തതെങ്കിൽ നല്ലതെന്ന് പറയാൻ ഞാനത് നല്ലതെന്ന് പറയും. പക്ഷേ ഇത് ആർക്കാ ഈ മനോഭാവം നമ്മുടെ നാട്ടിലില്ലാത്തത്? അടിമകളായിട്ടുള്ള ആളുകൾക്ക് ഈ മനോഭാവവും ഇല്ല. ഇപ്പോൾ ഒരു അടിമക്കമ്മിക്ക് ഇപ്പോൾ BJP ചെയ്തൊരു നല്ല കാര്യം നല്ലതാണെന്ന് പറയാൻ അടിമക്കമ്മിക്ക് പറ്റുമോ? പറ്റില്ല. അതേപോലെ തന്നെയാണ് അടിമക്കൊമ്മിക്ക് ഇപ്പോൾ കമ്മി ചെയ്തത് നല്ലതാണെന്ന് പറയാനും പറ്റില്ല. അതേപോലെ തന്നെയാണ് അടിമസംഖ്യയ്ക്കും അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ അടിമസംഖ്യയായിട്ടുള്ള ഒരാൾ കമ്മി ചെയ്ത നല്ലൊരു കാര്യം നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തെറി വിളിക്കും, അനുകൂലിക്കില്ല. ഒരാൾ നല്ലതാണ് ചെയ്തതെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അതിനെ കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അതിന് പിന്തുണ കൊടുക്കാനുമുള്ള മനോഭാവം, മാനസികാവസ്ഥയാണ് യഥാർത്ഥത്തിൽ തരൂരിൻ്റെ മാനസികാവസ്ഥ. അതൊരു ഹെൽത്തി ആയിട്ടുള്ള, വളരെ ആരോഗ്യപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ, രാഷ്ട്രീയ അന്തരീക്ഷത്തെ രൂപപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നതാണ്. എത്ര പേർക്ക് മനസ്സിലാവുന്നു എന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും ഗൗതം പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് തന്നെ തുടങ്ങാം. ആശയപരമായി അല്ലെങ്കിൽ ആശയങ്ങൾ വ്യത്യസ്തമായിരിക്കും, പക്ഷേ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരണം എന്നുള്ളതാണ്. അതായത് തരൂര് ഇപ്പോഴല്ല, മോദിയെ മാത്രമല്ല പിണറായി വിജയനെയും തരൂർ പ്രകീർത്തിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇരട്ട ബൂസ്റ്റർ എന്നാണ് തരൂരിനെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. അതായത് തരൂരിനെ പോലുള്ള ആളുകൾക്ക് ഒരിക്കലും സത്യം പറയാൻ പാടില്ല. അവരെപ്പോഴും ഗൗതം പറഞ്ഞതുപോലെ അടിമകളായി നിൽക്കണം. ഇത് സംഘികളുടെ ഇടയിലും ഉണ്ട് കേട്ടോ. അപ്പോൾ സന്ദീപ് വാര്യർ സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് വാര്യരെ പുറത്താക്കും. സന്ദീപ് വാര്യർ ഉടനെ ഇതിന് പുറത്താണ്, സത്യം പറയാൻ പാടില്ല. ഇപ്പോൾ കസേര കിട്ടിയില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് സന്ദീപ് വാര്യർ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതെന്നാണ് ഇവിടുത്തെ അടിമ സംഘികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സന്ദീപ് വാര്യർ ഒരു കസേര കിട്ടാത്തതിൻ്റെ പേരിൽ പുറത്തു പോകേണ്ടിയ ആളാണ് സന്ദീപ് വാര്യർ എങ്കിൽ സന്ദീപ് വാര്യർ കുറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ BJP എന്ന പ്രസ്ഥാനം വിടണമായിരുന്നു. ഒരു കസേര കിട്ടാത്തതിൻ്റെ പേരിൽ പുറത്തു പോകുന്ന ഒരാളൊന്നുമല്ല സന്ദീപ് വാര്യർ. അതുപോലെ തന്നെയാണ് അടിമ സംഘികൾ ശോഭാ സുരേന്ദ്രനെതിരെ എന്തൊക്കെ ഇല്ലായ്മയാണ് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നത്. അതുപോലെ തന്നെ ഈ അടിമ സംഘികൾ ഇപ്പോൾ മണിപ്പൂർ വിഷയത്തിൽ അവിടെ ആ ബീരൻ സിംഗിന് സംഭവിച്ചത് ഒരു ഗുരുതരമായിട്ടുള്ള പരാജയമാണ് എന്ന് നമ്മൾ അഭിപ്രായപ്പെടുമ്പോൾ പല അടിമസംഖ്യകൾക്കും ഇഷ്ടമാവുന്നില്ല. അത് BJP അനുകൂല നിലപാട് പറയുന്ന പല രാഷ്ട്രീയ നിരീക്ഷകർ പോലും അത് തെറ്റാണ്, നേരത്തെ തന്നെ രാജി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അപ്പോഴും ചില അടിമസംഖ്യകൾക്ക് അത് മനസ്സിലാവുന്നില്ല. ഇതേ പ്രവണത അടിമക്കമ്മികൾക്കുണ്ട്, അടിമക്കൊങ്ങികൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. തെറ്റെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അതിരുകടന്ന ഈ അടിമബോധമാണ്. ആ അടിമബോധത്തിൽ നിന്ന് പുറത്തേക്ക് വരൂ സുഹൃത്തുക്കളെ എന്നാണ് ഈ ശശി തരൂർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി എന്ന് പറയുന്നവരോട് സന്ദീപ് വാര്യർക്ക് അങ്ങനെ സ്ഥാനമാനങ്ങൾ എന്തുകൊണ്ട്, നല്ലൊരു നേതാവിന് എന്തുകൊണ്ട് നിങ്ങൾ സ്ഥാനമാനങ്ങൾ കൊടുത്തില്ല?
സന്ദീപ് വാര്യരെ കോൺഗ്രസ് ഇരു കൈ നീട്ടി സ്വീകരിച്ചു. കോൺഗ്രസ് സന്ദീപ് വാര്യരെ കൈ നീട്ടി സ്വീകരിച്ച എന്തുകൊണ്ടാണ്? സന്ദീപ് വാര്യർക്ക് കഴിവുണ്ട് എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. നേതൃപാഠവും ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് സന്ദീപ് വാര്യർക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഇവിടെ തരൂരിനെ കോൺഗ്രസ് എന്തുകൊണ്ടാണ് തള്ളുന്നത്? തരൂരിന് കഴിവുണ്ട് എന്നുള്ളത് കൊണ്ട് തരൂരിനെ ഒരു സ്ഥാനത്ത് ഇരുത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ രാഷ്ട്രീയ ഭാവിക്ക്, തങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ള ഭയമാണ് തരൂരിന് എന്ത് പരിഗണനയാണ് ഈ കോൺഗ്രസ് കൊടുത്തിട്ടുള്ളത്? ഇപ്പോൾ മോദിയും തരൂരും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നാൽ തീർച്ചയായിട്ടും തരൂരിന് അർഹമായ സ്ഥാനം ഉടൻ തന്നെ ലഭിക്കുമെന്നുള്ളതാണ്. വ്യക്തിപരമായിട്ട് നരേന്ദ്രമോദിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളായിരിക്കണം തീർച്ചയായിട്ടും ശശി തരൂർ. കാരണം അദ്ദേഹത്തിന്റെ കഴിവുള്ള ഏത് നേതാക്കളെയും അംഗീകരിക്കാൻ മോദിക്ക് മടിയില്ല. മനസ്സ് മോദിക്കുണ്ട് എന്ന നമ്മൾ പലവട്ടം അംഗീകരിക്കുന്ന മനസ്സ് മാത്രമല്ല, വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് തന്നെ അത്തരം ആൾക്കാരോട് മോഡി സംസാരിക്കുന്നതൊക്കെ നമ്മൾ ഗുലാം നബി ആസാദിനെ കുറിച്ച് ഏത് രീതിയിലാണ് വാചാലമായിട്ട് മോഡി പ്രസംഗിച്ചത് എന്ന് നമുക്കറിയാം. മൻമോഹൻ സിംഗിനെ കുറിച്ച് ഏത് രീതിയിലാണ് പ്രസംഗിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ മോദി ഈ തരത്തിലുള്ള പൂർവമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കഴിവുള്ള വ്യക്തികളോട് കാണിക്കുന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. എന്തായാലും തരൂരിൻ്റെ ഈ കാര്യത്തിൽ സംസ്ഥാനവും അതോടൊപ്പം തന്നെ കേന്ദ്ര നേതൃത്വവും ഒരുപാട് കാലങ്ങളായി തനിക്ക് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന നൽകുന്നില്ല, ഒരു അവഗണനയാണ് നൽകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൃത്യമായിട്ട് തരൂരിൻ്റെ ഈ നിലപാടുകളെ നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ KPCC ഇപ്പോൾ ഇന്ദിരാഭവനിലടക്കം തരൂരിനൊരു മുറി പോലും ഇല്ല എന്നുള്ളൊരു എന്താ പറയുക, ഒരു വേദന അല്ലെങ്കിൽ ഒരു ദുഃഖം, ആ ഒരു അവഗണനയൊക്കെ തരൂർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ വേണ്ട രീതിയിലുള്ള തൻ്റെ ഒരു കഴിവിനും തൻ്റെ ഒരു പൊട്ടൻഷ്യലിനും അനുസരിച്ചിട്ടുള്ളൊരു പ്രവർത്തന സാധ്യത കോൺഗ്രസ്സിൽ ഇല്ല എന്നൊരു ബോധ്യം തരൂരിനുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ, പക്ഷേ നമുക്ക് ഒരിക്കലും BJPയിലേക്ക് തരൂർ പോകുമെന്നൊന്നും നമുക്ക് അങ്ങനെ തോന്നാമെങ്കിലും അദ്ദേഹത്തിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു തിരിച്ചടി. കാരണം എത്രയോ അധികം പ്രസ്താവനകൾ BJPക്കെതിരെ തരൂർ നടത്തിയിട്ടുണ്ട്. പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞു അത് കൃത്യമായിട്ട് ആ പുസ്തകം തന്നെയാണെന്ന് തോന്നുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊക്കെ എതിരെ പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ് തരൂർ. അപ്പോൾ BJPയിലേക്ക് അദ്ദേഹം പോവുകയാണെങ്കിൽ മുമ്പേ എടുത്ത സകലതിനെയും അദ്ദേഹത്തിന് എന്താണ് പറയുക, തിരസ്കരിക്കേണ്ടതായിട്ട് വരും. സന്ദീപ് വാര്യറും എന്തുമാത്രം കോൺഗ്രസിനെ തെറി വിളിച്ചതാ, എന്നിട്ട് ഇപ്പൊ ഒരു ഇതുമില്ലാതെ പോയിരുന്ന് സംസാരിക്കുന്നില്ലേ കോൺഗ്രസിന് വേണ്ടി? രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ചുവടുമാറ്റങ്ങളൊക്കെ സ്വാഭാവികമാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ BJPയിലേക്ക് തരൂർ പോകും എന്നതിലുപരി ഒരു രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സുകാരനായി നിന്നുകൊണ്ട് തന്നെ തരൂരി കോൺഗ്രസിനെ നന്നാക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ മറ്റ് എന്താ പറയാ, ഇതര പാർട്ടികളെ കുറിച്ച് നന്മയും അതോടൊപ്പം തന്നെ മറ്റു രാജ്യ താല്പര്യത്തിനനുസരിച്ചിട്ട് തരൂര് സംസാരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും മാതൃകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചും അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു വ്യവസായ രംഗത്ത് കേരളം കാണിക്കുന്ന മികവിനെ കുറിച്ചും ആ ഒരു ലേഖനത്തിൽ തരൂര് ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. എന്തായാലും തരൂർ മോദി കൂടിക്കാഴ്ച ഉണ്ടാകുമ്പോൾ തരൂർ BJPയിലേക്ക് ചേക്കേറുമോ എന്നൊക്കെ ഉള്ളത് ഒരു കൂടുമാറ്റം സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ശരി.